എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ജയ്പൂരിൻ്റെ സിറ്റി പാലസ് ആണ്. 1729 ആണ് നമ്മുടെ സിറ്റി പാലസിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത്. അതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 1727 അദ്ദേഹം ആംബർ ഫോർട്ടിൽ ഇരുന്നായിരുന്നു ജയ്പൂർ റൂൾ ചെയ്തിരുന്നത്. പക്ഷേ അപ്പോഴേക്കും അവിടുത്തെ വാട്ടർ പൊല്യൂഷനും വാട്ടർ സ്കേഴ്സിറ്റിയും ഒക്കെ കൂടിയതിനു ശേഷം അദ്ദേഹം പതുക്കനെ ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ജന്തർ മന്ദർ ഇവിടെ 1728 പണി തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം ജന്തർ മന്ദറിൻ്റെ ഓപ്പോസിറ്റ് തന്നെ സിറ്റി പാലസ് നിർമ്മിക്കാമെന്ന് വിചാരിച്ചിട്ട് 1727 അദ്ദേഹം അപ്പോൾ വിഷണറി ആർക്കിടെക്റ്റായ വിദേന്ദ്ര ഭട്ടാചാര്യ എന്ന് പറയുന്ന ഒരു ബംഗാളി ആർക്കിടെക്റ്റിനെ വിളിച്ചിട്ട് ഒരു പ്ലാൻ ഡിസ്കസ് ചെയ്തു. അങ്ങനെ 1729 അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി. അങ്ങനെ 1732 ആയപ്പോഴത്തേക്കും നമ്മുടെ സിറ്റി പാലസ് ഏകദേശം പൂർത്തിയായി. അങ്ങനെ 2 വർഷം കൂടി കഴിഞ്ഞ് 1734 ജന്തർ മന്ദറിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. മഹാരാജ സുവൈ ജയ് സിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം 11 വയസ്സിലാണ് രാജാവാകുന്നത്. ഡിസംബർ 31, 1699 അദ്ദേഹത്തിൻ്റെ ഫാദറായ മിർസ രാജ ബിഷൻ സിംഗ് എന്ന് പറഞ്ഞ രാജാവ് അഫ്ഗാനിസ്ഥാനിൽ വെച്ചിട്ട് അവിടുത്തെ ആ ഹാർഷ് ക്ലൈമറ്റിൽ യുദ്ധം ചെയ്ത് മരിച്ചു. അങ്ങനെ ഡിസംബർ 31, 1699 മഹാരാജ സുവൈ ജയ് സിംഗ് 11 വയസ്സിൽ ജയ്പൂരിൻ്റെ രാജാവായി. അങ്ങനെ ഔറംഗസേബ് മഹാരാജ സുവൈ ജയ് സിംഗിനെ മുഗൾ കോർട്ടിലേക്ക് വിളിക്കുകയും കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് സുവൈ എന്ന പേര് ഔറംഗസേബ് കൊടുക്കുകയും ചെയ്തു. അന്ന് 11 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് കണ്ടിട്ടാണ് ഔറംഗസേബ് സുവൈ എന്ന പേര് കൊടുത്തത്. അങ്ങനെ മുഗൾ എംപററിൻ്റെ റെക്കഗ്നേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് എല്ലാം മാറി അദ്ദേഹത്തിന് രാജാവായി തുടരാൻ പറ്റി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും ലോയൽ സബോർഡിനേറ്റ്സിൻ്റെയും കൗൺസിൽ മെമ്പറിൻ്റെയും സഹായത്തോടെ അദ്ദേഹം രാജ്യം ഭരിച്ചു. അദ്ദേഹം രാജാവാകുമ്പോൾ ജയ്പൂരിൻ്റെ ഫിനാൻസ് വളരെ മോശമായിരുന്നു. കുറച്ച് വർഷത്തോളം അദ്ദേഹം നല്ലോണം സ്ട്രഗിൾ ചെയ്തു. അതിനുശേഷം പതുക്കനെ ജയ്പൂരിനെ വെൽ പ്ലാൻഡ് സിറ്റിയായി മാറ്റി. ഇത് കണ്ട് ഔറംഗസേബ് വളരെ സന്തോഷമായി. അങ്ങനെ ഇദ്ദേഹത്തിന് പല ഒഫീഷ്യൽ റെക്കഗ്നേഷനും ടൈറ്റിലും കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭരണകാലമായ ആംബർ ഫേസ്, അതായത് 1699 മുതൽ 1727 വരെ 28 വർഷക്കാലമാണ് അദ്ദേഹം ആംബർ ഫോർട്ടിൽ നിന്നിട്ടാണ് ഭരിച്ചത്. അതിനുശേഷം ജയ്പൂർ ഗോൾഡൻ ഏജ് 1727 മുതൽ 1743 വരെ 16 വർഷം അദ്ദേഹം ജയ്പൂരിൻ്റെ ഗോൾഡൻ ഹബ് ക്യാപിറ്റലായ, അതും പിങ്ക് സിറ്റി എന്ന് പറയപ്പെടുന്ന ജയ്പൂരിൻ്റെ സിറ്റി പാലസിൽ അദ്ദേഹം 16 വർഷക്കാലം ഭരണം നടത്തി. അതിനുശേഷം 1743 സെപ്റ്റംബർ 21 അദ്ദേഹം ജയ്പൂരിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിൽ വെച്ച് തന്നെ 54 വയസ്സിൽ മരിച്ചു. കാരണം അദ്ദേഹം 1741 അതായത് 2 വർഷം മുമ്പ് ഒരു വലിയ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ജോധ്പൂറുമായിട്ടുള്ള ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന് തൗസൻഡ്സ് ഓഫ് സോൾജേഴ്സിനെ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ഗ്രീഫിൽ, മെൻ്റൽ ട്രോമയിലും അദ്ദേഹത്തിന് മെൻ്റൽ ഷോക്കും ഡിപ്രഷനും, അദ്ദേഹത്തിന് ഭരിക്കാനുള്ള സ്പിരിറ്റും പോയി. അങ്ങനെ 1000-ഓളം സോൾജേഴ്സിനെ നഷ്ടപ്പെട്ട അദ്ദേഹം മെൻ്റൽ ട്രോമയിൽ 54 വയസ്സിൽ മരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭരണകാലമാണ് ഗോൾഡൻ ഏജ് ഓഫ് ജയ്പൂർ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ 2 വലിയ കൺസ്ട്രക്ഷനിൽ പെടുന്ന ഒന്ന് സിറ്റി പാലസും മറ്റേത് ജന്തർ മന്ദിറുമാണ്. 41 വയസ്സിലാണ് അദ്ദേഹം സിറ്റി പാലസ് പണിയുന്നത്. 40 വയസ്സിലാണ് അദ്ദേഹം ജന്തർ മന്ദിർ പണിയുന്നത്. അദ്ദേഹത്തിന് 6 വർഷം എടുത്തു ജന്തർ മന്ദിറിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യാൻ. ജയ്പൂർ സിറ്റി പാലസിൻ്റെ പണി അദ്ദേഹം വെറും 3 വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. വെറും 3 വർഷം കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പാലസ് കംപ്ലീറ്റ് ചെയ്തത്. ഇതിൻ്റെ യൂറോപ്യൻ ആർക്കിടെക്ട് സ്റ്റൈലിലാണ് ഫുള്ള് പണിതത്. പിന്നെ ഒരു രജപുത്ത് രാജസ്ഥാനിക് ടച്ചും കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അദ്ദേഹം ഒരു വലിയ യാത്രാപ്രിയനും കൂടിയായിരുന്നു. 1902 അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക്
യാത്ര പോയിട്ടുണ്ട്. ആ പോകുന്ന വഴിയിൽ പോർച്ചുഗൽ, ഫ്രാൻസ്, ജർമ്മനി രാജ്യങ്ങളൊക്കെ കവർ ചെയ്ത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ആസ്ട്രോണമർ, മാത്തമാറ്റിഷ്യൻ, അങ്ങനെ വലിയ വലിയ സ്കോളേഴ്സ് ഇവരെല്ലാം അദ്ദേഹം ജയ്പൂരിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ വേറൊരു വേൾഡ് റെക്കോർഡും കൂടിയുണ്ട്. അദ്ദേഹം 2 വലിയ 1000 ലിറ്റർ വെള്ളം ക്യാരി ചെയ്യാൻ പറ്റുന്ന കുടം, ആ കാണുന്ന കുടം, ആ കുടം ഇവിടെ നിന്ന് ഇംഗ്ലണ്ട് വരെ അതിൽ വെള്ളം, ഗംഗയിലെ വെള്ളം നിറച്ച് കൊണ്ടുപോയി. അത് ഓർക്കണം. അതും 1900s കേട്ടോ, 1902 ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ നിന്ന് ജയ്പൂരിൽ നിന്ന് ഇംഗ്ലണ്ട് വരെ, അതും ലണ്ടൻ വരെ അദ്ദേഹം ഗംഗയിലെ വെള്ളം കുടത്തിൽ, 2 വലിയ കുടത്തിൽ 1000 ലിറ്റർ വെച്ച് കൊണ്ടുപോയി. സമ്മതിക്കണ്ടേ? പിന്നെ രജപുത്ത് രാജാക്കന്മാരുടെ ആയുധങ്ങൾ, പഴയ പഴയ ക്ലോത്ത്, അവിടുത്തെ റാണിമാരുടെ ക്ലോത്ത്, ഇപ്പോൾ അവിടെ ലൈവ് ഇപ്പോഴും അവിടെ രാജകുടുംബം താമസിക്കുന്നുണ്ട് ഒരു ഏരിയയിൽ. പിന്നെ അവിടുത്തെ വെപ്പൻസ്, പഴയ മിലിറ്ററി യൂണിറ്റ്സിൻ്റെ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ എല്ലാം അവിടെ കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു മ്യൂസിയം ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഈ മ്യൂസിയം സാധനങ്ങൾ ഇരിക്കേണ്ട അകത്ത് നമുക്ക് കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അധികം വീഡിയോസൊന്നും എൻ്റെ അകത്തൊന്നും ഇല്ലാത്തത്. പക്ഷേ നമുക്ക് എൻജോയ് ചെയ്യാം കേട്ടോ, നമുക്ക് കണ്ടിരിക്കാം. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്, നല്ല ഫൈനായിട്ടുള്ള ബിൽഡിങ്ങുകളെല്ലാം അടിപൊളിയാണ്. അപ്പോൾ കയറി കാണുക. ഡൽഹിയിൽ വരുമ്പോൾ എന്തായാലും, ജയ്പൂരിൽ വരുമ്പോൾ എന്തായാലും മിസ് ചെയ്യാതെ കാണാം. വെറുത്താണ്. പണ്ടത്തെ പടം വരകൾ, പണ്ടത്തെ ഒരു സ്റ്റൈലിലുള്ള മറ്റേ രാജാക്കന്മാരുടെ ഇരിപ്പിടം, അങ്ങനെയൊക്കെ വേറിട്ട ഒരു ഇതാണ്. നമ്മൾ നോർമലി കാണുന്ന കൊട്ടാരത്തിലുള്ള പോലെയല്ല, കുറച്ചും കൂടി പ്രീമിയം ഫീൽ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കുറച്ചും കൂടി ലക്ഷറിയാണ് ഇവിടുത്തെ രാജാക്കന്മാർ. ആഡംബരത്തിൽ കുറച്ച് ഇത്രയും വലിയ യാത്രക്കാരനാണല്ലോ, അപ്പോൾ പല രാജ്യത്തു നിന്നും പല പല സാധനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ലക്ഷറി ആയിട്ടുള്ള പാലസ് ആണിത്. പിന്നെ രാജസ്ഥാൻ്റെ ഫേമസ് ആയിട്ടുള്ള നാച്ചുറൽ ഡൈ വെച്ചിട്ട് ക്ലോത്തിൽ ഓരോ ഡിസൈൻസ് ഉണ്ടാക്കുന്ന ഇതിനെപ്പറ്റി കുറച്ച് ക്ലാസ്സുകൾ കേട്ടു. അതിനുശേഷം കൈകൊണ്ട് വരച്ച പടങ്ങൾ വിൽക്കാൻ വെച്ചിരുന്ന ഒരു ക്യാൻവാസിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് നേരം നടന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം എക്സ്പ്ലോർ ചെയ്ത് കടകളിൽ വാങ്ങുന്ന ഒരു സൂവനീഴ്സൊക്കെ വാങ്ങി നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. നമ്മുടെ ജയ്പൂരിലെ സീരീസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ 4 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. എല്ലാവരും ഒരു കമൻറ്റ് വെച്ചെങ്കിലും അടിക്കണം. ഇവിടം വരെ കണ്ടവർ ഒരു കമൻറ്റ് പോലും അടിക്കാതെ പോകരുത്. ശരി, അപ്പോൾ